പെണ്ണെ, ആലോചിച്ച് തലപുണ്ണാക്കണ്ട. മനസ്സൊക്കെ തൂത്തുവാരി വാതിലൊക്കെ തുറന്നിട്. ഒരു പക്ഷേ മുരളി തന്നെയാണ് കയറി വരുന്നതെങ്കിലോ? നീ എന്തുവാടേ കാണിക്കുന്നത്? ഗേറ്റ് തുറന്നോളാ. അവള് ജോലി ക്ഷീണിച്ചു വരികയല്ലേ? അതെയോ? ശരി, വാ മോളെ. അവന്റെ ഒരു കളി. കാപ്പി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടേ മോളെ? ശരി അമ്മായി. അമ്മേ, എന്നാടാ? അവളുടെ വേഷം കണ്ടില്ലേ അമ്മേ? ഒരുമാതിരി വള്ളിയും പുള്ളിയുള്ള സാരിയെ കൊടുത്തോണ്ട് നടക്കുന്നു. അവക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ലെന്നേ. ബാങ്കിലല്ലേ അമ്മേ ജോലി ചെയ്യുന്നത്? 4 ആൾക്കാർ കാണുന്നതല്ലേ? ശമ്പളം കിട്ടിയ ഉടനെ വീട്ടിലേക്ക് അയക്കും. എന്നാ പിന്നെ അമ്മയ്ക്ക് 2 സാരി വാങ്ങിക്കൊടുക്കാൻ പോലെ. നീ അല്ലയോ വലിയ കൊമ്പത്തെ ശമ്പളക്കാരൻ? നിനക്ക് 2 സാരി വാങ്ങിക്കൊടുത്തൂടായോ? അല്ല, അമ്മ ആളൊരു പിശുക്കിയാണല്ലോ. അല്ല പിന്നെ വേണ്ട, വലിയ പോളിഷൊന്നും വേണ്ട. സെലക്ഷൻ കഴിഞ്ഞോ? മുരളിയുടെ ഫ്രണ്ടിന്റെ നിറം എന്താ? ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ഇവയിൽ ഏതെങ്കിലും എടുക്കാം. ഇതിലേതാ നല്ലത്? 3 നല്ലതാ. എന്നാ 3 പാക്ക് ചെയ്തേക്ക്. എന്റെ പ്രസന്റേഷൻ. എനിക്കോ? അതെ. എന്താ തരാൻ പാടില്ലേ? മുരളി, ഇതിനെന്താ പേര് പറയുന്നത് അറിയാമോ? പ്രാന്ത്, മുഴുപ്രാന്ത്. അമ്മ സിംഗപ്പൂർ വന്നിട്ടില്ലല്ലോ. അമ്മേ, 2 ദിവസമായിട്ട് നമ്മുടെ ജോഗിങ് നടക്കുന്നില്ല. മസിലൊക്കെ ഒന്ന് ഇളകട്ടെ. ഓ, കൊള്ളാം കൊള്ളാം. അമ്മായി, എന്താ മോളെ? അമ്മായി, ഞാൻ പോകുന്നു. അയ്യോ, നിക്ക് മോളെ, ഞാൻ ചോറ് എടുക്കട്ടെ. പ്രമിളെ, നന്നായിരിക്കുന്നു. മോളെ, നമ്മളെ കൊട വെയിൽ കൊള്ളണ്ട. ഞാൻ വരട്ടെ. മിനിങ്ങിയിരിക്കുന്നല്ലോ. ഓർഗൻസിയാ? ആരുടെ സെലക്ഷൻ അടി? മുരളി. അമ്മായി, അമ്മായി, അമ്മായി. എന്താ മോളെ? അമ്മയുടെ കത്ത് വന്നു. ഒന്ന് അവിടത്തോളം ചെല്ലാൻ. ഞങ്ങൾക്ക് തിങ്കളാഴ്ചയുടെ അവധിയാ. ഞാനിന്ന് വീട്ടിൽ പോയിക്കോട്ടെ? ഇന്ന് തന്നെയോ? 6:30 മണിക്കൊരു ബസ് ഉണ്ട്. അങ്ങ് ചെല്ലുമ്പോ രാത്രിയാവത്തില്ലേ? മുരളി, മുരളി, എന്താ എടാ, നീ കോട്ടയത്ത് എന്നാ പോകുന്നെന്ന് പറഞ്ഞേ? നാളെ കാലത്ത്. പോകുമ്പോ ഇവിടെ കൂടെ ഒന്ന് വീട്ടിലിറക്കി വിട്ടേക്കണേ. കൊള്ളാം. മെയിൻ റോഡിൽ നിന്ന് 10-12 കിലോമീറ്റർ ഉള്ളിലേക്ക് പോണം. പെട്രോളിന് ചെലവുണ്ടേ? കാശാര് തരും? ഞാൻ തരാം. സമ്മതിച്ചേ? എന്നാ റെഡി?
നീ എന്താ മോനെ ചേച്ചിയെ കൂടെ കൊണ്ടുവരുന്നത്? അമ്മായി എന്റെ പ്രോഗ്രാം പെട്ടെന്നായിരുന്നു. അമ്മാവനോടില്ലേ? ഇല്ല. ജനാർദ്ദന, മുരളിയേട്ട് വന്നിറങ്ങുന്ന കണ്ടു. കണ്ടാ മതിയോ മോനെ? സൽക്കരിക്കേണ്ടവര് സൽക്കരിച്ചാ മതി. അവരങ്ങനെയാ, മുരളി ഒന്നും വിചാരിക്കണ്ട. ജനാർദ്ദന, അവനെ വിളിക്കണ്ട. ആ അമ്മായി ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് കോട്ടയത്തെത്തണം. ഇരിക്കടാ മോനെ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. അയ്യോ അമ്മായി, മുരളി ഉണ്ടിട്ട് പോയ പോരെ? എങ്കിൽ നാളെ തിരിച്ചു വരുമ്പോ ഇവിടെ നിന്ന് കളയാ. പട്ടെ. ആ അമ്മായിയേ, അമ്മായിയുടെ എരിവുള്ള മീൻകറി ഉണ്ടല്ലോ, നാളെ അത് വേണം. നീ എന്താടേ കാണിച്ചത്? നീ എന്താടി കാണിച്ചത്? ആ കവലയിലുള്ളവർ പറഞ്ഞ കേൾക്കണം. വന്നിറങ്ങിയിരിക്കുന്ന ഒരുത്തന്റെ കൂടെ. ഒരുത്തന്റെ കൂടെയോ? ഞാൻ മുരളിയുടെ കൂടെയല്ലേ വന്നത്? അമ്മ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? മോളെ, നിനക്കൊരാലോചന. ഇവിടുത്തെ എല്ലാ കാര്യം അറിയാവുന്നവരാ, അധികം ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ചേച്ചി ഇങ്ങനെ കഴിയുന്ന കാണുമ്പോ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അല്ല, അമ്മ പറയുന്ന ഒന്ന് കേട്ടേ മോളെ. എനിക്കിപ്പോ വിവാഹം വേണ്ടെന്ന്. എന്നാ കെട്ടാച്ചക്കാട്ടിയോടെ ഒന്നോ. എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ഇനി വിവാഹം നടത്തണ്ട. മോളെ, എന്താ മോളെ നിന്റെ മനസ്സിൽ? വേറെ വല്ല വിചാരമുണ്ടോ? മുരളിയെ മറ്റാണോ? സന്തോഷമാണോ മോളെ എനിക്ക്? Beside me, stay beside me, say you'll never leave me, how I love you. അമ്മ വിളിച്ചത് കേട്ടില്ലേ? അമ്മ വിളിച്ചത് കേട്ടില്ലെന്ന്. ഇല്ല, അവിടെ വെച്ച്. കിടക്കുമ്പോഴും മുരളി പെർഫ്യൂം ഉപയോഗിക്കുമോ? ആ, കാണുന്ന സ്വപ്നങ്ങൾക്കും സുഗന്ധമുണ്ടാവാൻ. അയ്യോ,
വേണ്ട. പോയി കിടക്ക്. മോനെ, നീ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പൂർണ്ണ മനസ്സോടെ ഈ അമ്മ അത് നടത്തിത്തരും. ഇല്ലെങ്കിൽ അവൾ നിന്റെ സഹോദരിയാണ്. മോളെ, ചോദിക്കാതിരുന്നാൽ ഞാൻ തെറ്റുകാരിയാവും. നീയൊരു പെണ്ണ, സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. അമ്മായി, നിനക്കെന്റെ മോനെ ഇഷ്ടമാണ്? പറയൂ. നിങ്ങൾ തമ്മിൽ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ശരി, മോള് പോ. ഞാൻ മുരളിയോടൊന്ന് സംസാരിക്കട്ടെ. സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് നാം ഇവിടെ കൽപ്പിക്കുന്ന അതിർത്തികളുണ്ടല്ലോ, അതൊന്നും സിംഗപ്പൂരിലില്ല. പണക്കൊഴുപ്പിന്റെ വിസ്മൃതിയിൽ ബ്രേക്ക് പോയ ബന്ധങ്ങളാണ് ഇവിടെ. നിശാ ക്ലബ്ബുകൾ,
നഗ്ന പ്രദർശനങ്ങൾ, അന്വേഷിക്കാതെ തന്നെ മുന്നിലെത്തുന്ന വികാരവതികൾ, ആ പ്രലോഭനങ്ങളിൽ ആത്മാവ് നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. എന്റെ മനസ്സ് നിമിഷങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കാമുകന്റേതാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയോടല്ല, 100 പെൺകുട്ടികളോട്. ഞാൻ അതൊന്നും അറിയാൻ ആഗ്രഹിച്ചില്ലല്ലോ. പ്രമിളെ, ഇന്നലെ രാത്രി ഞാൻ ആ മുറിയിലേക്ക് കടന്നു വന്നിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നീ എതിർക്കുമായിരുന്നു? പറയൂ. എനിക്കറിഞ്ഞൂടാ. വൈക്കത്ത് നിന്നുള്ള മടക്കയാത്രയിൽ നിന്നിൽ ഉണർന്നു കണ്ട വികാരമാണ് എന്നെ നിന്റെ മുറിയിലെത്തിച്ചത്. മുരളി, സിംഗപ്പൂരിലെ അഴിഞ്ഞിടുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തിയല്ലേ? രാത്രി നീ എന്റെ മുറിയിൽ വന്നപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നേക്കാളേറെ നീ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. മുരളി, തകർന്ന മനസ്സോടെയാണ് ഞാനിങ്ങോട്ട് വന്നത്. മുരളി എന്നെ മാറ്റിയെടുത്തു. അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. എന്നാൽ നീ നിന്റെ ജീവിതവുമായി എന്റെ മുന്നിൽ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ മുരളിയുടെ മുറപ്പെണ്ണാണ്. എന്നെ മുരളിക്ക് സ്നേഹിക്കാം, വിവാഹം കഴിക്കാം. ആ ഒരു അവകാശം ഉള്ളത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. പിന്നെ മനസ്സിലുള്ള മണ്ടൻ കമ്പനി അടിച്ചോടിക്കാൻ മുരളി എന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നാലേ മറ്റൊരാൾക്കങ്ങോട്ട് കയറി വരാൻ ഒക്കുമെന്നും ഞാനായിരിക്കുന്നു പ്രമിളയ്ക്ക് തോന്നിയല്ലേ? മുരളി തോന്നിപ്പിച്ചു. മുരളിയുടെ പെരുമാറ്റം അങ്ങനെയായിരുന്നു. അന്ന് സാരികൾ വാങ്ങി തന്നപ്പോൾ ഉടവ് വാങ്ങിക്കുന്ന ഒരു കല്യാണ പെണ്ണിന്റെ മനസ്സോടെയാണ് ഞാനത് സ്വീകരിച്ചത്. എനിക്കൊരു ജീവിതം കിട്ടുകയാണെന്ന് ഞാൻ കരുതി. ആ മനസ്സാണ് മുരളി ഇന്നലെ എന്നെ മുരളിയുടെ മുറിയിൽ എത്തിച്ചത്. ഒരിക്കലും എന്റെ ശരീരമല്ല. പ്രമിളെ, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. നീ എന്നെയും. രണ്ടുപേർക്കും തെറ്റിപ്പോയിരിക്കുന്നു. പ്രമിളെ, എന്റെ മനസ്സിലൊരു ഭാര്യയുടെ സങ്കല്പമില്ല. അതുകൊണ്ട് ഒരു ഭർത്താവിനെ നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കും. നിരാശപ്പെടണ്ട. കഴിഞ്ഞതെല്ലാം മറക്കും. മറ്റൊരാളെ കണ്ടെത്താൻ ശ്രമിക്കും.